ഈ പിണറായി വിജയൻ ഭരണത്തിലേറിയ പിന്നാലെയാണ് പ്രാവിനെ പറത്തുകയും പ്രാവ് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികൾക്കും പിന്നാലെ ദുർലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മാൻഡ്രേക്ക് എന്ന പേര്. സിനിമ നമ്മൾ അതായത് ഇദ്ദേഹം എന്ത് ആർക്ക് കൊടുക്കുന്നോ അവർക്കെല്ലാം തിരിച്ചടി നേരിടും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇയാൾ കൈ കൊടുത്തവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പിടിച്ചവർക്കും എല്ലാം അത് അച്ചട്ടാണ്. ആ സംഭവം സത്യമാണ്. അത് നമ്മൾ കളിയാക്കി പറയുകയാണെങ്കിലും പിണറായി വിജയൻ അമേരിക്കയെ കാൽകുത്തിയ പിന്നാലെ അവിടെ ചുഴലിക്കാറ്റും പേമാരിയും വന്നു നഗരങ്ങൾ വെള്ളത്തിനടിയിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അതിൻ്റെ സത്യം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ മാൻഡ്രേക്കിന് ഞങ്ങൾക്ക് വേണ്ടാന്ന് CPI പറഞ്ഞിരിക്കും. CPIക്ക് പറയാനുള്ള ധൈര്യം ഇന്നലെ കിട്ടി. അതെ, ഇന്നലെ കിട്ടി. കാരണം ഈ പല നേതാക്കന്മാർക്കും ഡോക്ടർ പി സന്തോഷ് MP അദ്ദേഹമൊക്കെ പറയുന്നുണ്ട് നേതൃമാറ്റം പ്രതിപക്ഷത്ത് ആവശ്യമാണെന്ന രീതിയിൽ അവരൊക്കെ പറയുന്നുണ്ട്. ഇതൊരു അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. പക്ഷേ ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കണമെന്നാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പല നേതാക്കന്മാരും ഇപ്പോഴുള്ള നേതാക്കന്മാർ ഈ പിണറായി കാണുമ്പോൾ മുട്ടുപിടിച്ച് തൊഴുതു നിൽക്കുന്നതാണ് പതിവ്. പിണറായി എന്താണോ പറയുന്നത് അനുസരിക്കും. അതൊക്കെ കാനം മുതൽ തുടങ്ങിയ ഒരു കാനത്തിൻ്റെ തല പിണറായിയുടെ കക്ഷത്തിലായിരുന്നു എന്നാണ്. അതെ, ഇതൊക്കെ ഇവർക്കെല്ലാം ഈ ആശ്രിത വാത്സല്യം ഉള്ളതുകൊണ്ടാണ്. അതായത് കുടുംബാംഗങ്ങളെ ട്രാപ്പ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇവർ പലരെയും ഇയാൾ കുപ്പിയിലിറക്കി. ഇപ്പം നമ്മളെല്ലാം ഞെട്ടിച്ചൊരു സംഭവമാണ്. NSS ജനറൽ സെക്രട്ടറി പെട്ടെന്ന് പിണറായി ഭക്തനായി മാറും ഒരു ദിവസം കൊണ്ട്. എന്താണ് കാരണം? അപ്പോൾ ഒരു കഥ പ്രചരിച്ച എന്താ, ഇദ്ദേഹത്തിൻ്റെ മരുമകനെ ധനലക്ഷ്മി ബാങ്കിൽ എന്തോ ക്രമക്കേട് നടത്തിയതിന് യോഗ്യതയില്ലാതെ കയറിയ ഒരാൾ അങ്ങനെ കണ്ടെത്തുന്നു. അപ്പോൾ അയാൾക്കെതിരെ വലിയ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വന്നപ്പോൾ ഇയാൾ പോയി പിണറായിയുടെ മുന്നിൽ കീഴടങ്ങി സാഷ്ടാംഗം പറഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവനവൻ്റെ മക്കളാണല്ലോ ഇപ്പോൾ. അതെ, അതുപോലെ തന്നെയാണ് കാനത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പിന്നെ കാനം മാറിയതിന് ശേഷം വന്ന ബിനോയ് വിശ്വം കാനത്തേക്കാൾ വലിയ പിണറായിയോട് ഭയമുള്ള ആളാണ്. അയാൾ മാറണമെന്നുള്ള ഒരു ഇപ്പം MP ഗോവിന്ദൻ മാറണമെന്ന് CPM-ൽ നിന്ന് ഒരാവശ്യം വരുന്ന പോലെ CPI-ൽ നിന്ന് ഒരാവശ്യം വരുന്നു കാനം മാറും. ഇവരെ കെ ഇസ്മായിൽ എല്ലാം കൂടെ ചവിട്ടി കൂട്ടിയ കാര്യം ഇതാണല്ലോ. കെ ഇസ്മായിൽ പഴയ സ്കൂളുകാരനാണ്. ഇസ്മായിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളായിരുന്നു. സി ദിവാകരനാണല്ലോ പിണറായി വിജയൻ നെയ്മീൻ കഴിച്ച കഥ പറഞ്ഞത്. അയാളെ ഇവന്മാരാവുന്ന ട്രോളിയല്ലോ. അയാൾ തിരുത്തിയില്ല. പിണറായി വിജയന് കലിച്ചു കയറി ഇയാൾക്കെതിരെ. ഈ നെയ്മീൻ കഥയൊക്കെ ഈ തോൽവിക്കൊരു വലിയ ഘടകമായി മാറി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം CPI മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം LDF-ൽ ഉപനേതാവ് വേണം. പ്രതിപക്ഷ ഉപനേതാവ് നേരത്തെ BS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി നിയമസഭ കക്ഷി ഉപനേതാവായിരുന്നു. അപ്പോൾ ഉപനേതാവ് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, LDF യോഗം നടക്കുമ്പോൾ പിണറായി വിജയൻ വരുന്നു, എല്ലാവരും എണീറ്റ് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു. പിണറായി വിജയൻ രാജാവിനെ പോലെ അവിടെ ഇരിക്കുന്നു. ഉപാധ്യക്ഷൻ അധ്യക്ഷൻ യോഗത്തിൻ്റെ കൺവീനർ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് വായിക്കുന്നു. അതിന്ന് വേണോ എന്ന് പിണറായി ചോദിക്കുന്നു. അപ്പോഴേ എടുത്ത് മാറ്റും. അതായത് പിണറായിക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അത് പാസ്സാക്കുന്നു, വിടുന്നു. ബാക്കിയുള്ളവരെല്ലാം കൈയും കൂപ്പി അവിടെ എണീറ്റ് പോകും. ഈ CPI ഒഴികെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. വേറെ ഒരു ഘടകക്ഷിക്കും വാറക്കാൻ പോലും അവിടെ പറ്റില്ല. അല്ല, PM ശ്രീ പദ്ധതിയിൽ CPI വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ പദ്ധതി ഒപ്പിട്ട വിവരം രഹസ്യമാക്കി വെച്ചു. അതുപോലെ ഈ ആശുപത്രികളുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയം അനുസരിച്ച് ആശുപത്രികളുടെ പേര് മാറ്റുന്നത്, ആ പദ്ധതിക്ക് ഇവർ ഒപ്പിട്ട് കൊടുത്തല്ലോ. എല്ലാ പദ്ധതിക്കും ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടുത്തെ വാചകം അടിക്കുന്നത് എന്നാണ്? പിണറായി വിജയനായത്. നിങ്ങൾ ഓർത്തോ, പിണറായി വിജയനായോ കേരളം ഭരിക്കുന്നത്? ഒരു തന്നെയും കളി നടക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അവിടെ നടക്കുന്നു. ഇരട്ടച്ചങ്ക് ഇപ്പം മനസ്സിലായില്ലേ? ജനങ്ങളെ പേടിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ഫലം വന്നിട്ട് ഇത്രയും ദിവസമായി, ഇപ്പോഴും അദ്ദേഹം വെളിയിറങ്ങിയിട്ടില്ല. മടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്നലെ CPI-യുടെ വിവിധ യോഗങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഡാഷ് മോനെ എന്നുള്ള ഒരു മുഖ്യമന്ത്രിക്ക് വിളിക്കാൻ പറ്റുന്ന ഇതാണ്. രേവന്തിനെ പിന്നെ എങ്ങനെ വിളിക്കണമെന്നൊക്കെ ആയിരുന്നു ഇവിടെ ഉള്ളവർ ചോദിച്ചോട്ടില്ല. അത് കിണർകോൽ എഴുതി കൊടുത്തില്ല ഡാഷ്മോൻ എന്ന്. കിണർകോലിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു കൊടുത്തതാണ്. അച്ഛനോടുള്ള പ്രതികാരം ചെയ്തതിൻ്റെ പ്രതികാരം കിട്ടേണ്ട പകരം ഡാഷ്മോൻ അല്ല. ഇത്രയും കടുപ്പിച്ചില്ല സുരേഷ് ഗോപി. എയിംസ് വരും മറ്റേ മോനെ എന്ന് പുള്ളി പറഞ്ഞോളൂ. ഇയാൾ പറഞ്ഞ ഡാഷ് മോനെ രേവന്തേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ ഡാഷ് മോൻ വിളിയുടെ ആ ടോണിൻ്റെ അർത്ഥം എന്താണ്? ആ ടോണിൻ്റെ അർത്ഥം അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരവർ ഫില്ല് ചെയ്തോളാം. അവരവർ പൂരിപ്പിച്ചെടുത്തു. ആ പൂരിപ്പിച്ചെടുത്തപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞ് ആ ഡാഷ് മോനെയും വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞതും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് കുഴപ്പമായി. സാധാരണഗതിയിൽ പിണറായി സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം പുറത്തു വരും. അദ്ദേഹം പരനാറിയെന്ന് വിളിച്ചത്, ബോഡി ചെറ്റത്തനം, ഇത്തരം വാക്കുകളൊക്കെ ഇലക്ഷൻ സമയത്താണ് അദ്ദേഹം പ്രയോഗിക്കാറുള്ളത്. നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. എങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഘടകകക്ഷികളെ ഒന്നടങ്കം ഇല്ലാതാക്കി. ഒരു സീറ്റം കണ്ടു കിട്ടി. അതിന് പിണറായി വിജയൻ ഇനി ഭരണമില്ല, ഈ ഘടകകക്ഷികളില്ല.
ഗണേഷ് കുമാറിനെ ഇനി ആരെങ്കിലും അറിയൂ? ആരെങ്കിലും അന്വേഷിക്കൂ ഗണേഷ് കുമാർ എന്ത് ചെയ്യും? അതുപോലെ ഓരോരുത്തർ. അതെ, അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖൻ ഗണേഷ് കുമാർ. പിന്നെ ഇത്തവണ ഭരണം കിട്ടി മന്ത്രിയാകാൻ കാത്തിരുന്ന ഒരാളുണ്ട്, തോമസ് കെ തോമസ്, കുട്ടനാട് NCPS. അപ്പോൾ നടക്കാൻ വയ്യാലും ഇരുന്നു കൊണ്ടാണേലും കിടന്നുകൊണ്ടാണേലും ഭരിക്കുമെന്നും പറഞ്ഞിരുന്നാണ് എലത്തൂരിലെ ശശീന്ദ്രൻ. ആര് തോറ്റാലും ശശീന്ദ്രൻ തോക്കത്തില്ല എന്നാലും 40,000 വോട്ടിന് ജയിച്ച ആളാണ്. ഇത്തവണ 40,000 വോട്ടിന് തോറ്റു. അതുപോലെ കണ്ണൂര് കടന്നപ്പള്ളി രാമൻ. അതായത് അദ്ദേഹത്തിന് പിന്നെ 4 പേര് പിടിച്ചിട്ട് വേണം നടക്കാൻ. ഇപ്പോൾ ഉടുപ്പിൽ ഒരു റോസാപ്പൂ കുത്തുന്നുണ്ട്, അത് കുറച്ചായിട്ട് അദ്ദേഹം റോസാപ്പൂ കുത്തി, നെഹ്റു കുത്തും പോലെ ഒരു റോസാപ്പൂ ദിവസം അവിടെ സംഘടിപ്പിച്ച് അദ്ദേഹം ഉടുപ്പിൽ കുത്തിക്കൊണ്ട് നടക്കുന്നു. അതെ. അപ്പോൾ ഈ വന്ധ്യവയോധികൾ, പിണറായി വിജയൻ അടക്കമുള്ള വന്ധ്യവയോധികൾ, വീട്ടിൽ വിശ്രമജീവിതം നയിക്കേണ്ടവർ, ഈ വീട്ടിൽ വിശ്രമജീവിതം നയിക്കേണ്ട ഈ വന്ധ്യവയോധികനാണ് നാട്ടുകാരോട് പറഞ്ഞ വീട്ടിൽ പോയി ചോദിക്കണം, അല്ലേ? അതെ, വീട്ടിൽ പോയി ചോദിക്കുന്ന പറയുന്ന ഈ ആളല്ല. ഈ ഭരണത്തിൻ്റെ ഈ അധികാര സുഖവും നല്ല ഭക്ഷണവും ആരോഗ്യ പരിപാലനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ, അല്ലെങ്കിൽ പടുവൃദ്ധന്മാരുടെ രൂപത്തിലിരുന്നത് ഹെയർ ഡൈ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരിപ്പം നമുക്ക് പ്രായം കുറച്ച് തോന്നിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം പ്രായം നല്ല പലരും കൂനി തുടങ്ങി. പിണറായി പോലും കൂന് വന്നു തുടങ്ങി, നടക്കുമ്പോൾ കൂനുണ്ട്. അത് ഓൾറെഡി ആയി, അത് ഇവർക്കെല്ലാം ഉണ്ട്. ഈ നമ്മുടെ ഈ 1ാം പിണറായി സർക്കാരിൽ ഈ ഘടകകക്ഷികൾക്ക് ഒരു ചെറിയ ബഹുമാനം കിട്ടി, 1ാം പിണറായി സർക്കാർ. പക്ഷെ 2ാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും ഘടകകക്ഷികളെ ഇവർ മൈൻഡ് ചെയ്യത്തില്ല. അതല്ലേ പറഞ്ഞത്, ഈ പിന്നെ വാർക്കാൻ സമ്മതിക്കില്ല, വാർക്കാൻ പറ്റൂല അവർക്ക് ഒരു കാര്യം മിണ്ടാതെ അവിടെ ഇരുന്നോളണം, ചായ കുടിച്ചിട്ട് ഇറങ്ങി പോയിക്കോളാം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നാണം കെട്ടത് CPI-ക്കാരാണ്. ഏറ്റവും കൂടുതൽ നാണം കെട്ടത് ഇത്തവണ 8 സീറ്റാണ് CPI കിട്ടി, 17 സീറ്റ് അങ്ങാണ്ടുണ്ടായിരുന്നു. ഒറ്റ അടി അങ്ങ് പോയി, ഒറ്റ അടിക്കാണ് പോകുന്നത്. അതും ഒരു സീറ്റ് BJP ജയിച്ചു, അവരുടെ ഒരു സീറ്റിൽ BJP ജയിച്ചു. മാത്രമല്ല ഇവർ ജയിച്ച ചില സ്ഥലങ്ങളിൽ എതിർ സ്ഥാനത്ത് ദുർബലരായിരുന്നുകൊണ്ട് മാത്രം. അതാണ് നെടുമങ്ങാട് ഒരു നെടുമങ്ങാട്ടുകാരനെ തന്നെ ആയ എത്ര കോൺഗ്രസ് ആക്കാന്മാരുണ്ട്, അവരെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവസ്ഥ മാറിപ്പോയേനെ. മീങ്കൽ കുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ CPI നേതാവായിരുന്നു, അദ്ദേഹം പാർട്ടി മാറി കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥം കൊടുത്തു. അപ്പോൾ നെടുമങ്ങാട് എത്ര വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പല നേതാക്കളും ആനാട് ജയൻ അല്ലെങ്കിൽ പാലോട് രവി, യുവരാജ് ശരിക്കും വോട്ട് പിടിച്ചു, യുവരാജ് പോലും നന്നായിട്ട് വേണ്ടത്ര പ്രായോഗികമായി ചിന്തിക്കാതെ ഈ ഓരോ നേതാക്കന്മാരും വാശി പിടിച്ചു ഇന്നാളെ സ്ഥാനാർത്ഥിയാണ്. അതാണ് CPI-യിൽ ബിനോയ് വിശ്വം ഒഴിയണമെന്ന് ആവശ്യം ഉയർന്നു, ആണല്ലോ. പ്രകാശ് ബാബുവിനെ ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. അത് ചെങ്ങറ സുരേന്ദ്രൻ ഉണ്ടല്ലോ, പഴയ MP. അതേ ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് പാർട്ടി മാറാൻ പോകുന്നു എന്നും പറഞ്ഞൊരു ശ്രുതി കേട്ടായിരുന്നു. പുള്ളി BJP-യിൽ ചേർന്ന് അടൂര് മത്സരിക്കുമെന്നോ അല്ലെ BJP-യുടെ ഏതോ പിന്നെ CPI-ക്കെതിരെ ചിറയൻകീഴ് മത്സരിക്കുമെന്നോ ഒക്കെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. ചെങ്ങറ സുരേന്ദ്രൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രകാശ് ബാബു പറഞ്ഞു ബിനോയ് വിശ്വം മാറണം എന്ന് പറയുന്നത്. പ്രകാശ് ബാബു സൗമ്യനാണെങ്കിലും വളരെ ബോൾഡായ മനുഷ്യനാണ്. ഇതിപ്പോ ആര് എത്ര ബോൾഡാന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന് പോലും പിണറായി വിജയന്റെ നേർക്ക് നേരെ നിൽക്കാനുള്ള ആംബിയറില്ല. ആകെ ഉണ്ടായിരുന്നത് VS-നാണ്. VS അയാളെക്കാൾ സീനിയർ ആയതുകൊണ്ട്, പക്ഷെ VS-നെ അയാൾ ഒതുക്കി. അത് അവസാന ജീവിത സായാഹ്നത്തിൽ VS-നെ ഒതുക്കി. അപ്പം ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അയാളുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ LDF-ലാട്ടെ CPM-ലാട്ടെ CPI-ലാട്ടെ ഒരു ഘടകകക്ഷി നേതാക്കൾ പോലും ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ മന്ത്രിയായതിനു ശേഷം ഗണേഷ് കുമാർ സ്വന്തമായിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ അതെല്ലാം പിന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പണി അമ്മാതിരി കളിയൊന്നും വേണ്ട, അവിടെ വെച്ചോളാൻ പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ഇടുന്നതാണ്. അതൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു, റഷ്യൻ വീഡിയോ സബ്ടൈറ്റിലുണ്ട്. അപ്പം രസകര കാര്യം ഇതിൽ ഈ കൊല്ലേണ്ടവൻ്റെ പട്ടിയാണ് ഇത് ടിക്കറ്റ്. ചിലത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് അറയ്ക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ടിക്കറ്റ്. അപ്പോൾ അവിടെ ഈ അദ്ദേഹത്തിന് എന്താണ്, ഈ ലോകത്ത് എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കുകയാണോ, എൻ്റെ എതിരാളികളാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു മാനസിക പ്രശ്നമുണ്ട്. അത് അയാൾക്കുണ്ടായിരുന്നു. ഏകാധിപതികളെല്ലാം ഭീരുക്കളാണ്. ഹിറ്റ്ലറിന് പാറ്റയെ പേടിയായിരുന്നു അല്ലേ? അതെ. ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതിയാണ്. പക്ഷെ ഇവരൊക്കെ ഏകാധിപതികളാകുന്നത് എങ്ങനെയാ? ചുറ്റിനും ഒരു പടയെ നിർത്തിയിട്ടാണ്. അത്രയേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇറങ്ങില്ലല്ലോ. കാരണം ഈ പടയ്ക്കുള്ളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വെടിവെക്കുമോ എന്നുള്ള ഭയം ഇവർക്കുണ്ട്. ഒറ്റ ഏകാധിപതിയും ഭയമില്ലാതെ ഉറങ്ങിയിട്ടില്ല. ഇവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. കാരണം ഇവര് ചുറ്റിനുള്ള കിടപ്പറയിലെ ബെഡ്ഷീറ്റിനെ വരെ ഭയക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ പുറമേ നടന്ന് നാട്ടുകാരെ മുഴുവൻ ഭയപ്പെടും. അതല്ലേ പറഞ്ഞിട്ടുള്ളത്, ഈ സ്റ്റാലിൻ സ്ട്രോക്കായി വന്ന് കിടക്കുമ്പോൾ രാത്രി പുലർച്ചെ വന്ന് കിടന്ന സ്റ്റാലിന് ഉച്ചയായിരുന്നു എണീക്കാത്തോണ്ട് നോക്കുമ്പോൾ അയാൾ തറയിൽ വീണ് കിടക്കുന്നത് കണ്ടത്. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബറി എന്നുള്ള അനുയായി വിളിച്ചപ്പോൾ അനുയായി ഓടി നിന്നിട്ട് പറഞ്ഞതേ ഡോക്ടറെ പതുക്കെ വിളിച്ചാൽ മതി എന്നാണ്. കാരണം ഇയാളെ ആവട്ടെ, അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലേ, ഇയാൾ കുറേ കൂടെ കടന്നോട്ടെ, എണീക്കാൻ പറ്റാത്ത അവസ്ഥ ആവുമല്ലോ. അപ്പോൾ ഇന്നലെ വരെ കൂടെ നിന്ന വിശ്വസ്തനായിരുന്ന ഒരുത്തനാണ് ഈ പണി കാണിച്ചത്. എന്തായാലും പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെ സകല മേഖലകളിൽ നിന്നും വിമർശനം ഉയരുകയാണ്. ഇപ്പം AK ശൈലജയും അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും സാംസ്കാരിക നായകന്മാരും തുറന്ന് ഇയാളെ വിമർശിക്കാൻ തുടങ്ങി.
എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, നമ്മൾ മറുനാടൻ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം. പിണറായി വിരുദ്ധത കൊണ്ട് മാത്രമാണ് ഈ ഭരണം മാത്രമല്ല പിണറായിസത്തിനും ഇതോടുകൂടി അന്ത്യമായി. ഇനി ഇങ്ങനെ ഒരു പിണറായി ഇവിടെ ഉണ്ടാകാൻ പാടില്ല.